ഹായ് ഹലോ. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് 3-ാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് 10:30 ആണ് കേട്ടോ. നമ്മുടെ ചേർത്തല കിൻഡർ ഹോസ്പിറ്റലാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടർ കെവിനാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സർവീസാണ് കിൻഡറിലെ ക്യാൻറ്റീനിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാനും ചാച്ചനും നമ്മുടെ ബാനിക്കുട്ടനും ചേട്ടനായിട്ട് ഇറങ്ങി. കിൻഡർ ഹോസ്പിറ്റലിൽ നമ്മുടെ വീടുമായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റത്തെ യാത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കിൻഡർ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ്. ഇനി ഇവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം ചെക്കപ്പിന് കയറാനായിട്ട്. ടൈം ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട്. എനിക്ക് 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ സമാധാനമായിട്ട് പോയി ഫുഡും കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഇന്നത്തെ ദിവസം. കാര്യം എൻ്റെ വാവക്കുട്ടൻ്റെ ആദ്യത്തെ ഒരു ഹാർട്ട് ബീറ്റ്സും അവൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ വണ്ടിയെല്ലാം നമ്മൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. എന്തായാലും നേരെ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ടോക്കൺ എടുക്കണം. നമ്മൾ സ്കാനിങ്ങിന് എത്തിയെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. ഈ 2 കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവിടുത്തെ റിപ്പോർട്ടിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാൻറ്റീൻ. ഓപ്പൺ ക്യാൻറ്റീനാണ് കേട്ടോ. വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ്. ഇപ്പോഴത്തെ സെക്ഷനിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ചെറിയ മിനി പാർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ബാനുക്കുട്ടൻ ഒരു കൂട്ടുകാരി ചേച്ചിയെ കിട്ടിയത്. അങ്ങനെ ബാനുക്കുട്ടൻ ഹാപ്പി, അവരുമായിട്ട് സെറ്റായി. ഞാൻ സ്കാനിങ്ങിനും കയറി. എനിക്ക് സ്കാനിങ് ആദ്യമായിട്ട് എൻ്റെ വാവയുടെ ഹൃദയമിടിപ്പ് കേട്ട് ഞാൻ ആദ്യമായിട്ട് ബാനുക്കുട്ടൻ്റെയും കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. അത് കേട്ട് ഞങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഹാപ്പിയായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി എന്തായാലും അടുത്ത സ്കാനിങ് തന്നിട്ടുണ്ട്. അതും 2 months കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുവരേക്കും ടേക്ക് കെയർ, ബൈ.